കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. അവരോട് എപ്പോഴും നന്ദിയും കടപ്പാടും ഉള്ളവളായിരിക്കും. ഇതുപോലെ ഒരുപാട് പാവപ്പെട്ട നിർധനരായ പാവപ്പെട്ട എന്നെപ്പോലെ കഴിയുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. അവരെയും ഇതുപോലെ സഹായിക്കുവാൻ നല്ലൊരു മനസ്സുണ്ടാവണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ചണ്ണപ്പെട്ട് ആനക്കുളത്ത് മാമ്പറ്റപ്പടി 4 സെന്റ് കോളനിയിൽ വിധവയും രോഗിയുമായ എം സരോജയ്ക്ക് കാറ്റും മഴയും വന്നാൽ ഭയമായിരുന്നു. സരോജയും വിദ്യാർത്ഥികളായ 2 മക്കളും അന്തിയുറങ്ങിയിരുന്ന വീട് ഏതു നിമിഷവും നിലം പൊത്തിയേക്കാവുന്ന അവസ്ഥയിലായിരുന്നു. ഇവരുടെ ദുസ്ഥിതി മനസ്സിലാക്കിയ അഞ്ചൽ ലയൺസ് ക്ലബ് ഭാരവാഹികൾ വീട് നവീകരിച്ച് നൽകാമെന്ന് ഉറപ്പു നൽകി. നിർധന കുടുംബത്തിന് ലയൺസ് ക്ലബ്ബ് നൽകിയ ഉറപ്പ് 1 മാസം കൊണ്ട് പൂർത്തീകരിച്ചു നൽകുകയായിരുന്നു. ഏകദേശം 3 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് വീടിന്റെ നവീകരണം പൂർത്തീകരിച്ചത്. ചോർന്നൊലിക്കുന്ന മേൽക്കൂര, സിമന്റ് പൂശാതെ പൊട്ടിയ ഭിത്തികൾ, ഇളകിയ തറ, തകർന്നു പോയ കതകുകളും ജനലുകളും ശുചിമുറിയും ഉൾപ്പെടെ പൂർണ്ണമായും നവീകരിച്ചു നൽകി. നവീകരണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനം കഴിഞ്ഞ ദിവസം ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിൻ സി ജോബ് നിർവഹിച്ചു. തിരിച്ചുകൊണ്ട് സേവനം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വർഷം പറഞ്ഞിരിക്കുന്നത്. അഞ്ചൽ ലയൺസ് ക്ലബ്ബ് നടപ്പിലാക്കിയ ഈ ആവശ്യമറിഞ്ഞ് സേവനം ചെയ്യുക എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിലൂടെ ആവശ്യക്കാരെ കണ്ടെത്തി അത് നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കിയ അഞ്ചൽ ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികളോടും മെമ്പേഴ്സിനോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. ഇത് തികച്ചും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ലയൺസ് ഇൻ്റർനാഷണൽ ആഗ്രഹിക്കുന്നത്. തുടർന്നും ക്ലബ്ബുകളും പ്രവർത്തകരും ആവശ്യമറിഞ്ഞ് സേവനം ചെയ്യാൻ ശ്രമിക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുവാദം ഒന്ന് പിടിച്ചോ. എന്ത് നമ്മുടെ പ്രസിഡന്റ് ക്ലബ്ബ് പ്രസിഡന്റ് ഏഴംകുളം രാജൻ, സെക്രട്ടറി റെജീന വർഗീസ്, ട്രഷറർ ഡോക്ടർ ദേവരാജൻ നായർ, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ഡോക്ടർ വി ജയകുമാർ, MP തോമസ്, അനീഷ് അയലറ, ടോണി മാത്യു, ബാബുക്കുട്ടി, ജോർജ് ലൂക്കോസ്, സനാതന ലൈബ്രറി സെക്രട്ടറി സജീവ് എന്നിവർ പ്രസംഗിച്ചു. പറയുന്നത് ധനവാന്മാരുടെ സമ്പന്നന്മാരുടെ ഒരു സംഘടനയാണെന്നുള്ളൊരു വിശ്വാസം പൊതുവെയുള്ളത്. പക്ഷേ സന്മനസ്സുള്ളവരുടെ അർഹതപ്പെട്ടവരെ സഹായിക്കാൻ സേവനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിത്തിരിച്ചിരിക്കുന്നവരുടെ സംഘടനയാണ് ലയൺസ് ക്ലബ്ബ് എന്നാണ് ശരിക്കും നമ്മൾ വിശ്വസിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. സമ്പന്നന്മാരുടെ സംഘടനയല്ല, സേവന സന്നദ്ധരായവരുടെ സംഘടനയാണ്. ആ സേവന സന്നദ്ധതയാണ് ഇന്ന് ഈ പ്രദേശത്ത്, ഈ ഉൾനാടൻ പ്രദേശത്ത് ഇങ്ങനെ ഒരു സംരംഭം നിർമ്മിച്ചു കൊടുക്കുന്നതിനും ഒരു പാവപ്പെട്ട കുടുംബത്തിന് കയറി കിടക്കാനൊരു സ്ഥലമുണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ആ സേവന സന്നദ്ധതയാണ്. നാട്ടുവാർത്ത, അഞ്ചൽ.